കണ്ണൂർ അഞ്ചരക്കണ്ടി ദന്തൽ കോളേജ് വിദ്യാർത്ഥി ആർ.എൽ. നിതിൻ രാജിന്റെ മരണത്തിൽ നിർണായക വെളിപ്പെടുത്തലുമായി കോളേജിലെ മുൻ എക്സാമിനർ. അധ്യാപകർക്കെതിരെ നേരത്തെയും പരാതികൾ ഉയർന്നിട്ടുണ്ടെന്ന് ഡോക്ടർ ഔസേഫ് അഹ്സൻ പറഞ്ഞു. വിദ്യാർത്ഥികൾ തുറന്നു പറയാത്തത് ഭയം കൊണ്ടാണ്. ഡോക്ടർ റാം സമാനമായ കുറ്റകൃത്യങ്ങൾ നേരത്തെയും ചെയ്തിട്ടുള്ളത് തനിക്കറിയാമെന്നും അദ്ദേഹം വെളിപ്പെടുത്തുന്നു. എനിക്കറിയാവുന്ന ആളുകളാണ്. സംഗീതമായിട്ട് എനിക്ക് അത്ര അടുത്ത ബന്ധവുമില്ല. പക്ഷെ റാമിനെ അറിയാം, നേരത്തെ കണ്ടിട്ടുണ്ട്, പരിചയമുണ്ട്. പക്ഷെ ആരോപണങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് അതിലെനിക്ക് വലിയൊരു അത്ഭുതമൊന്നും തോന്നുന്നില്ല. ഇങ്ങനെ കുട്ടികളെ ഈ രീതിയിൽ ട്രീറ്റ് ചെയ്യുന്ന പ്രശ്നങ്ങളുണ്ട് എന്നുള്ളത് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് ഇവരുടെ കാര്യത്തിലൊക്കെ. നേരത്തെ ഇവരുടെ ഭാഗത്തുനിന്ന് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്, നേരത്തെയും ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ തെളിഞ്ഞുകൊണ്ടിരിക്കുന്നത്. കുട്ടികൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പലരും അത് പുറത്ത് പറയാൻ മടിക്കുകയാണ്. കുട്ടികൾ അവരൊക്കെ പല പൊസിഷനിലും എത്തിയിട്ടുള്ള കുട്ടികളാണ്. അപ്പോൾ ഇപ്പം കുറച്ച് നേരത്തെ തന്നെ ഡൽഹിയിൽ നിന്നൊരു ഫോൺ വന്നു. ആ കുട്ടിയും ഇത് തന്നെയാണ് പറഞ്ഞത്, സാറിന് എത്ര വേണം, ഞാൻ ആ ഗ്രൂപ്പിൽ കയറിയിട്ട് മൊത്തത്തിൽ അയച്ചു തരാം, ഒരുപാടുണ്ടെന്നാണ് പറയുന്നത്. അതായത് പൂർവ്വ വിദ്യാർത്ഥികളും ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്ക് പോലും ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ നേരത്തെ ഉണ്ടായിട്ടുണ്ട്. അതെ, അതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം അതാണ് അറിയുക. കാരണം ഞാൻ ആ നിലക്ക് വളരെ അങ്ങനെ ഡീപ്പായിട്ട് ഡിഗ് ചെയ്യാൻ നിന്നിട്ടില്ല. പക്ഷേ ഇത് എൻ്റെ മുകളിലേക്ക് ഇങ്ങനെ ബൊമ്പാഡ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഇൻഫർമേഷൻ. പിന്നെ ഒരു കുട്ടി ആത്മഹത്യ ചെയ്യുക എന്ന് പറയുമ്പോൾ അത് നമ്മളിലുണ്ടാക്കുന്ന, അധ്യാപകൻ എന്നുള്ള നിലക്ക് നമ്മളിലുണ്ടാക്കുന്ന ഇമ്പാക്റ്റ് എനിക്ക് പറഞ്ഞറിയിക്കാൻ ബുദ്ധിമുട്ടാണ്. പേഴ്സണലി എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ ഗ്രീഫാണത്. അത് അറിഞ്ഞത് തൊട്ടിട്ട് വലിയ വിഷമമാണ് ഉണ്ടാകുന്നത്. ഇപ്പോൾ ഈ റാം എന്ന് പറഞ്ഞ അധ്യാപകനെ സാറിന് അറിയാലോ. അപ്പോൾ പുള്ളിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ള എന്തെങ്കിലും ഒരു ഇൻസിഡന്റ്, ഇത്തരത്തിൽ വിദ്യാർത്ഥികൾക്കെതിരെ ഉണ്ടായിട്ടുള്ള എന്തെങ്കിലും ഒരു ഇൻസിഡന്റ് ഓർത്തെടുക്കാൻ പറ്റും? ഇല്ല, അത് ഒന്നാമത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ഒരാളെ കുറിച്ചുള്ള ഇൻസിഡന്റ് ആയിട്ടായിരിക്കില്ല കുട്ടികൾ നമ്മുടെ അടുത്ത് റിപ്പോർട്ട് ചെയ്യുക. ഒരുപാട് കാര്യങ്ങൾ പറയുന്നതിൻ്റെ ഇടയിലായിരിക്കും ഈ കാര്യവും പറയുക. അപ്പോൾ വ്യക്തിപരമായിട്ട് അദ്ദേഹത്തിൻ്റെ എതിരെ എന്തോ പറഞ്ഞ കംപ്ലൈൻറ്റ് ഇപ്പം ഞാൻ ഓർക്കുന്നില്ല. പക്ഷേ ഈ പരാമർശിക്കപ്പെട്ട വ്യക്തിക്ക് എതിരെയുള്ള കംപ്ലൈൻറ്റുകൾ ധാരാളം ഇപ്പോൾ എന്ന് മാത്രമല്ല മുമ്പും ഉണ്ടായതായിട്ട് എനിക്ക് ഓർമ്മയുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.